കോഴിക്കോട് കട്ടിപ്പാറയിൽ മലയിടിച്ചിൽ മണ്ണാത്തി ഏറ്റുമലയിലെ പാറ അടർന്നു വീണു. കട്ടിപ്പാറ താഴ്വാരത്ത് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതായും വിവരമുണ്ട്. വിവിധ വകുപ്പുകൾ യോഗം ചേരുന്നു. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുല, സ്ഥിതി അല്പം ഗുരുതരമാണോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ ജനവാസ മേഖലയ്ക്ക് അടുത്തുള്ള ഇടമാണോ ഇത്? കട്ടിപ്പാറയിലെ മണ്ണാത്തി ഏറ്റുമല എന്ന് പറയുന്ന മലയിലാണ് കല്ലും പാറയും മണ്ണും ഒക്കെ ഇടിഞ്ഞു വന്ന് താഴേക്ക് വന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ 17ഓളം കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അവിടെ തന്നെയുള്ള നസ്രത്തിൻ UP സ്കൂൾ താൽക്കാലികമായ ഒരു സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് കട്ടിപ്പാറയിലെ പഞ്ചായത്ത് ഓഫീസിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ്, ഫയർഫോഴ്സ്, പഞ്ചായത്ത് അധികൃതർ, റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ അവിടെയുണ്ട്. 15 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട്. മാത്രമല്ല, ഒരു അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് ഈ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തിന് മുകളിലായിട്ട് 2-3 പാറകളും നിലനിൽക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അവിടെ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. യോഗ തീരുമാനങ്ങൾ അറിവായിട്ടില്ല. യോഗം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു മലയിടിച്ചിൽ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ആളുകളോട് മാറി താമസിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മലയുടെ താഴ്വാരത്ത് ആളുകളൊക്കെ താമസിക്കുന്നതാണ്. കട്ടിപ്പാറ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ വീട് ഈ പറയുന്ന മണ്ണാത്തിയേറ്റുമലയുടെ താഴെയാണ്. അതിനാൽ തന്നെ 17ഓളം കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും നടപടി സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ ആ വക കാര്യങ്ങളൊക്കെ ഈ യോഗത്തിലായിരിക്കും ഉണ്ടാവുക. യോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ടിപ്പാറ പഞ്ചായത്ത് ഓഫീസിലാണ് യോഗം നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസും ഫയർഫോഴ്സ്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഭാഗത്തുണ്ട്. ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായതിനെ തുടർന്ന് തഹസീൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തുകയും ചില പ്രാഥമികമായ നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സുഹൈൽ, എന്തായാലും നിലവിൽ 17 കുടുംബങ്ങൾ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുന്നുണ്ട്. കനത്ത മഴ വടക്കൻ കേരളത്തിലടക്കം തുടരുകയാണ്. മലയിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇവരെയൊക്കെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് ഗോകുൽ വേണുഗോപാൽ വിവരമായി നൽകുന്നത്. എന്തായാലും